മധുര, തിരുനെൽവേലി, രാമനാഥപുരം എന്നിവിടങ്ങളിലായി വ്യാപിച്ചുകിടന്ന പാണ്ഡ്യരാജവംശത്തിന്റെ ഭരണാധികാരിയായിരുന്ന തിരുമല നായ്ക്കരാല് പുറത്താക്കപ്പെട്ട പാണ്ഡ്യ രാജവംശത്തിലെ അംഗങ്ങള് വള്ളിയൂര്, തെങ്കാശി, ചെങ്കോട്ട, അച്ചൻകോവില്, ശിവഗിരി എന്നിവിടങ്ങളിൽ താമസിച്ചു വന്നു. തിരുവിതാംകൂറിന്റെ ചില ഭാഗങ്ങളില് അവര് തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുത്തിരുന്നു. ശിവഗിരിയിലെ ചെമ്പഴനാട്ടുകോവിലിലുള്ള ചിലർക്ക് തിരുവിതാംകൂര് രാജാവ് പന്തള രാജ്യം ഭരിക്കാനുള്ള അവകാശം നൽകിയിരുന്നു. 800 വർഷം മുമ്പ് ഈ രാജവംശത്തിലാണ് അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛനായ രാജശേഖരന് എന്ന രാജാവ് ജീവിച്ചിരുന്നത്. നീതിമാനും ധർമ്മനിഷ്ഠനുമായ രാജാവിന്റെ ഭരണത്തിൻ കീഴില് ജനങ്ങള് സന്തുഷ്ടരായി കഴിയുകയും രാജ്യം സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാല് ഒരു ദുഃഖം രാജാവിനെ വിട്ടുമാറാതെ പിന്തുടർന്നു. അദ്ദേഹത്തിന് പുത്രസൗഭാഗ്യം ലഭിച്ചില്ല. അതിനാല് ചെങ്കോലേന്താന് ഒരു അനന്തരാവകാശിയില്ലാതായി. നിസ്സഹായരായ രാജാവും രാജ്ഞിയും ശിവഭഗവാനോട് ഒരു കുഞ്ഞിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു വന്നു. ഇതേ കാലത്തു തന്നെ മഹിഷാസുരന് എന്ന അസുര രാജാവ് കഠിന തപസ്സിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്തു. ബ്രഹ്മാവിന്റെ വരത്തിലൂടെ അഹങ്കാരിയായിത്തീർന്ന മഹിഷാസുരന് ജനങ്ങളെ കൂട്ടമായി നിഗ്രഹിക്കുകയും പുരങ്ങളും ജനപദങ്ങളും തകർക്കുകയും ചെയ്തു. ഭീതി പൂണ്ട ജനങ്ങള് അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അമാനുഷിക ശക്തിയുള്ളവർക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്നു മനസ്സിലാക്കിയ ദേവന്മാര് ദുർഗാദേവിയെ അഭയം പ്രാപിക്കുകയും രക്തരൂക്ഷിതമായ യുദ്ധത്തിനൊടുവില് ദേവി അയാളെ വധിക്കുകയും ചെയ്തു. മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷി തന്റെ സഹോദരന് വധിച്ചതിനു പ്രതികാരം ചെയ്യാന് ഉറച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിഷ്ണുവിനും ഹരി ശിവനുമായി ഹരന് ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുതെന്ന് വരം വാങ്ങി. ഉടൻ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ട് ദേവന്മാരെ ദ്രോഹിക്കാനാരംഭിച്ചു. പൊറുതിമുട്ടിയ ദേവന്മാര് വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹിഷി നേടിയ വരത്തെക്കുറിച്ച് മനസ്സിലാക്കി അസുരന്മാരിൽ നിന്ന് അമൃത് അപഹരിച്ച് ദേവന്മാർക്കു നൽകാന് വിഷ്ണു സ്വീകരിച്ച മോഹിനീവേഷം കൈക്കൊണ്ട് ശിവനുമായി ചേർന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിനെ സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ശിവഭക്തനായ പന്തള രാജാവ് രാജശേഖരന്റെ സംരക്ഷണയിൽ വളർത്താന് തീരുമാനിച്ചു. ഒരിക്കല് പമ്പാനദിയുടെ തീരത്തുള്ള വനത്തില് വേട്ടയ്ക്കായി ചെന്ന പന്തള രാജാവ് പ്രകൃതി ഭംഗിയിലും വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിതയിലും മുഴുകി നിൽക്കവേ വനത്തിനുള്ളില് നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചില് കേട്ടു. അമ്പരന്നുപോയ രാജാവ് ആ ശബ്ദത്തെ പിന്തുടർന്ന് കൈകാലിട്ടടിക്കുന്ന ഒരു ഓമനക്കുഞ്ഞിന്റെ മുന്നില് എത്തിച്ചേർന്നു. കൗതുകപൂർവ്വം കുഞ്ഞിനെ നോക്കി നിന്ന രാജാവ് ആ ഓമന പൈതലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കൊതിച്ചു. കുഞ്ഞിനുമേല് ദൃഷ്ടിപതിപ്പിച്ചു നിന്ന് രാജാവിന് മുമ്പില് ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി. ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവശംശത്തിനുമേലുള്ള കരിനിഴലുകൾ നീങ്ങുമെന്നും അവന് 12 വയസ്സു തികയുമ്പോൾ അവന്റെ ദിവ്യത്വം വെളിവാകുമെന്നും സന്യാസി രാജശേഖരനെ ഉണർത്തിച്ചു. കുഞ്ഞിന്റെ കഴുത്തിലെ സ്വർണമാല കണ്ട സന്യാസി അവനെ മണികണ്ഠന് എന്നു നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിച്ചു. ഹർഷോന്മാദത്തോടെ രാജശേഖരന് കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു. ശിവന്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം ഭവിച്ചതെന്ന് അവര് ഇരുവരും വിശ്വസിച്ചു. രാജശേഖരന് ശേഷം രാജാവാകാന് കൊതിച്ചിരുന്ന ദിവാനൊഴികെയുള്ള എല്ലാവരും രാജദമ്പതികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. കുട്ടിയായിരുന്നിട്ടും മണികണ്ഠന് ബുദ്ധിമാനും പക്വമതിയുമായിരുന്നു. ആയോധന വിദ്യയിലും ശാസ്ത്രങ്ങളിലും പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച മണികണ്ഠന് തന്റെ ബുദ്ധിശക്തി കൊണ്ടും അമാനുഷിക പ്രതിഭ കൊണ്ടും ഗുരുവിനെ അതിശയിപ്പിച്ചു. പന്തളത്ത് സമാധാനവും ഐശ്വര്യവും പുലർന്നു. കുട്ടി കേവലമായ ഒരു നശ്വരജന്മമല്ലെന്നും അവനില് ദിവ്യചൈതന്യം കുടികൊള്ളുന്നു എന്നുമുള്ള നിഗമനത്തില് അയ്യപ്പന്റെ ഗുരു എത്തിച്ചേർന്നു. പഠനം പൂർത്തിയാക്കിയ മണികണ്ഠന് യഥോചിതം ഗുരുദക്ഷിണ നൽകാനും ഗുരുവിന്റെ അനുഗ്രഹം നേടാനുമായി പുറപ്പെട്ടു. അമാനുഷിക പ്രഭാവമുള്ള ദിവ്യശക്തിയുടെ ഉടമയാണ് അവനെ എന്ന തന്റെ വിശ്വാസം ആശിസ്സു തേടിയെത്തിയ മണികണ്ഠനെ ഗുരു അറിയിച്ചു. അന്ധനും ബധിരനുമായ തന്റെ പുത്രന് കാഴ്ചയും സംസാരശേഷിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം ശിഷ്യനോട് അഭ്യർത്ഥിച്ചു. മണികണ്ഠന് ഗുരുപുത്രന്റെ ശിരസില് കൈവച്ചതും അവന് കാഴ്ചയും സംസാരശേഷിയും കൈവന്നു. താന് ചെയ്ത അത്ഭുത പ്രവൃത്തി ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ച് മണികണ്ഠന് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി. തന്റെ പദ്ധതികള് പൊളിയുന്നത് കണ്ട് നിരാശനായിത്തീർന്ന ദിവാന് രാജ്ഞിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സ്വന്തം മകന് ജീവിച്ചിരിക്കുമ്പോൾ മണികണ്ഠനെ അനന്തരാവകാശിയാക്കുന്നത് അനുചിതമാണെന്ന് അയാള് രാജ്ഞിയെ ധരിപ്പിച്ചു. അർത്ഥശാസ്ത്രപ്രകാരം ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുമെന്നതിനാല് അസുഖം അഭിനയിക്കാന് ദിവാന് രാജ്ഞിയെ ഉപദേശിച്ചു. അയാളുടെ നിയന്ത്രണത്തിലുള്ള വൈദ്യന് രാജ്ഞിയുടെ അസുഖം മാറാന് പുലിപ്പാല് വിധിക്കും. പുലിപ്പാല് തേടി പുറപ്പെടുന്ന മണികണ്ഠന് നരഭോജികൾക്ക് ഇരയായിത്തീരും. ചുമതല നിറവേറ്റാന് കഴിയാതെ പരാജിതനായാണ് മടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായി അവന്റെ മേലുള്ള രാജശേഖരന്റെ പ്രീതി ക്ഷയിക്കുകയും ചെയ്യും.
പുത്രസ്നേഹത്താല് അന്ധയായിത്തീർന്ന രാജ്യദിവാന്റെ വാക്കുകള് വിശ്വസിക്കുകയും അയാള് നിർദ്ദേശിച്ചതുപോലെ താങ്ങാനാകാത്ത തലവേദനയാല് താന് വലയുന്നതായി രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു. രാജാവില് പരിഭ്രാന്തി വളരുകയും കൊട്ടാരം വൈദ്യനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും രാജ്ഞിയുടെ രോഗം എന്തെന്ന് മനസ്സിലാക്കാന് കൊട്ടാരം വൈദ്യന് കഴിഞ്ഞില്ല. ഈ തക്കം മുതലെടുത്ത് ദിവാൻ ഏർപ്പാടാക്കിയ വൈദ്യനെ രംഗത്തുവന്ന് ഈറ്റപ്പുലിയുടെ പാല് മാത്രമേ രാജ്ഞിയുടെ അസുഖത്തിന് പ്രതിവിധിയായിട്ടുള്ളൂവെന്ന് അറിയിച്ചു. നിസ്സഹായയായ രാജ്ഞിയുടെ അസുഖം ഭേദമാക്കുന്നവർക്ക് അർദ്ധരാജ്യം നൽകുന്നതാണെന്ന് രാജശേഖരന് വിളംബരം ചെയ്തു. പുലിപ്പാല് ശേഖരിക്കാന് രാജശേഖരന് നിയോഗിച്ച പട്ടാളക്കാരുടെ സംഘം വെറുകൈയോടെ മടങ്ങിയെത്തി. മണികണ്ഠന് പുറപ്പെടാനൊരുങ്ങിയെങ്കിലും അവന്റെ ഇളംപ്രായവും വരാനിരിക്കുന്ന കിരീടധാരണവും ചൂണ്ടിക്കാട്ടി രാജശേഖരൻ അവനെ പിന്തിരിപ്പിച്ചു. കുടുംബത്തിനായി ഒരു ഉപകാരം ചെയ്യാനെങ്കിലും തന്നെ അനുവദിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി മണികണ്ഠന് പിതാവിനോടാവശ്യപ്പെട്ടു. ചുമതലാബോധമുള്ള പിതാവെന്ന നിലയില് മകന്റെ അഭ്യർത്ഥന അദ്ദേഹം നിരസിച്ചുവെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുലിപ്പാലിനായികാട്ടിലേക്ക് പുറപ്പെടാന് മണികണ്ഠനെ അദ്ദേഹത്തിന് അനുവദിക്കേണ്ടി വന്നു. മണികണ്ഠനു സഹായത്തിനായി ധീരരായ ഭടന്മാരുടെ ഒരു സംഘത്തെ കൂടെ കാട്ടിലേക്ക് അയക്കാന് രാജശേഖരന് ശ്രമിച്ചുവെങ്കിലും ആൾക്കൂട്ടം കണ്ടാല് പുലി അകന്നുപോകുമെന്ന കാരണം പറഞ്ഞ് അവനത് ഒഴിവാക്കി. ഭക്ഷണസാമഗ്രികളും ശിവഭക്തിയുടെ സൂചകമായ 3 കണ്ണുള്ള പേങ്ങയും നൽകി വാത്സല്യനിധിയായ പിതാവ് മകനെ യാത്രയാക്കി. മണികണ്ഠന് കാട്ടില് പ്രവേശിച്ചപ്പോള് ശിവഭഗവാന്റെ പഞ്ചഭൂതങ്ങള് ഒപ്പം കൂടി. യാത്രാമധ്യ ദേവലോകത്ത് മഹിഷി നടത്തിവരുന്ന അതിക്രമങ്ങള് മണികണ്ഠന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളിലെ നീതിബോധമുണർന്നു. മഹിഷിയെ മണികണ്ഠന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവള് അഴുതാ നദിയുടെ കരയില് വന്നു പതിച്ചു. ഇരുവരും തമ്മില് പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. ഒടുവില് മണികണ്ഠന് മഹിഷിയുടെ മാറത്ത് കയറി താണ്ഡവ നൃത്തം ചവിട്ടി. അതിന്റെ പ്രതിധ്വനി ഭൂമിയിലും സ്വർഗത്തിലും ചെന്നലച്ചു. ദേവന്മാർ പോലും ഭയചകിതരായി. തന്റെ മേല് നൃത്തമാടുന്നത് ഹരിഹരന്മാരുടെ പുത്രനായ പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ മഹിഷി ആ കൊച്ചുബാലന് വണങ്ങി മരണത്തിന് കീഴടങ്ങി. ശിവഭഗവാനും മഹാവിഷ്ണുവും കാളകെട്ടിയുടെ മുകളിൽ നിന്ന് ആ നൃത്തം വീക്ഷിക്കുകയായിരുന്നു. മഹിഷി നിഗ്രഹത്തിനു ശേഷം മണികണ്ഠന് പുലിപ്പല് ശേഖരിക്കാനായി വനത്തിനുള്ളില് പ്രവേശിച്ചു. ശിവഭഗവാന് അവിടെ വെച്ച് മണികണ്ഠന് ദർശനം നൽകുകയും അവന്റെ ദിവ്യമായ ദൗത്യങ്ങളില് പ്രധാനപ്പെട്ട ഒന്ന് പൂർത്തിയാക്കി കഴിഞ്ഞെന്നും ഇനിയും ഒരു കർത്തവ്യം കൂടെ നിറവേറ്റാനുണ്ടെന്നും അറിയിച്ചു. മണികണ്ഠന്റെ ദുഃഖാർത്തനായ പിതാവിനെക്കുറിച്ചും രോഗബാധിതയായ മാതാവിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ദേവന് വിലപ്പെട്ട പുലിപ്പാല് ശേഖരിക്കാന് ദേവേന്ദ്രന്റെ സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു. ദേവേന്ദ്രന് പുലിയുടെ രൂപത്തില് മണികണ്ഠനോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. മറ്റു ദേവന്മാര് ആൺപുലികളായും ദേവസ്ത്രീകള് പെൺപുലികളായും അവരെ അനുഗമിച്ചു. കുട്ടിയും പുലികളും വരുന്നത് കണ്ട് ഭയപ്പെട്ട പന്തളവാസികള് ഓടിച്ചെന്ന് വീടുകളില് ഒളിച്ചു. പെട്ടെന്ന് അത്ഭുതസ്തബ്ധനായി നിന്ന ചക്രവർത്തിയുടെ മുന്നില് പണ്ട് കാട്ടിൽ വെച്ച് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ശങ്കിച്ചു നിന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട് ഉപദേശങ്ങള് നൽകിയ അതേ സന്യാസി ആഗതനായി മണികണ്ഠന്റെ പരുള് വെളിപ്പെടുത്തി. മണികണ്ഠന് പുലികളോടൊപ്പം കൊട്ടാരത്തിന്റെ കവാടത്തോട് അടുക്കാന് തുടങ്ങിയപ്പോള് രാജാവില് മൗനവും വിഷാദവും നിറഞ്ഞു. പുലിപ്പുറത്തുനിന്ന് ഇറങ്ങിയ കുട്ടി ചക്രവർത്തിയോട് പറഞ്ഞു, ഈറ്റപ്പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എത്രയും വേഗം പാല് ശേഖരിച്ച് അമ്മയുടെ അത്ഭുത രോഗത്തിന് ശമനം വരുത്താം. അധികനേരം പിടിച്ചു നിൽക്കാനാകാതെ രാജശേഖരന് ബാലന്റെ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു. ഒടുവിലെ രാജ്ഞിയുടെ കപടനാടകം പുറത്തായ നിമിഷം മണികണ്ഠന് വനത്തിലേക്ക് യാത്രയായി. കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠന് 12 വയസ്സായിരുന്നു. തന്റെ മകന് നാടുവിട്ട് കാട്ടിൽ പോകാന് കാരണക്കാരനായ ദിവാനാനെ ശിക്ഷിക്കാന് രാജശേഖര രാജാവ് തീരുമാനിച്ചു. എന്നാൽ എല്ലാം ദൈവഹിതമനുസരിച്ച് സംഭവിച്ചതാണെന്നും സംയമനം പാലിക്കണമെന്നും മണികണ്ഠന് ഉപദേശിച്ചു. തന്റെ അവതാരോദ്ദേശങ്ങള് നിറവേറ്റിക്കഴിഞ്ഞതിനാല് താന് ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്നും പിതാവിനെ മണികണ്ഠൻ അറിയിച്ചു. തന്നോട് പുലർത്തിയ ഭക്തിവിശ്വാസങ്ങളില് തനിക്ക് സന്തുഷ്ടിയുണ്ടെന്നും അതിനുള്ള പ്രതിഫലമെന്ന നിലയില് രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും കുട്ടി അദ്ദേഹത്തെ ഉണർത്തിച്ചു. മണികണ്ഠന്റെ സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം പണിയാന് ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥാനം കാണിച്ചു കൊടുക്കണമെന്നും തൽക്ഷണം രാജാവായ രാജശേഖരന് അപേക്ഷിച്ചു. മണികണ്ഠന് ഒരു അമ്പെയ്യുകയും അത് ശ്രീരാമന്റെ കാലത്ത് ശബരി എന്നു പേരായ സന്യാസി തപസ്സനുഷ്ഠിച്ച ശബരി എന്ന സ്ഥലത്ത് ചെന്നു പതിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാന് നിർദ്ദേശിച്ച ശേഷം മണികണ്ഠസ്വാമി അപ്രത്യക്ഷനായി. പിന്നീട് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം രാജശേഖരന് ശബരിമലയില് ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു. ഐഹിക സുഖങ്ങളിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും അകന്നുനിന്ന് 41 ദിവസത്തെ വ്രതം നോറ്റ് ദർശനത്തിനെത്തുന്നവരിൽ മാത്രമേ തന്റെ അനുഗ്രഹം പതിയുകയുള്ളൂവെന്ന് മണികണ്ഠസ്വാമി അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയുണ്ടായി.
നന്മയുടെ വെളിച്ചം വീശുന്ന ബ്രഹ്മചാരിയുടേതിന് തുല്യമായ ജീവിതം നയിക്കുന്ന ഇവരെ അയ്യപ്പന്മാര് എന്ന് വിളിച്ചുവരുന്നു. പുലിപ്പാല് ശേഖരിക്കാന് ഭഗവാന് യാത്ര പുറപ്പെട്ടത് ഒരുമിപ്പിക്കുന്ന വിധത്തില് മാലകളാല് അലങ്കരിച്ച 3 കണ്ണുള്ള തേങ്ങയും ആവശ്യം വേണ്ട ഭക്ഷണവുമേന്തി പമ്പയില് കുളിച്ച് ശരണമന്ത്രങ്ങള് മുഴക്കി ഭക്തന്മാര് 18 പടി കയറുന്നു.